നമസ്കാരം. ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള കൊല്ലം പേരൂർ സർവീസ് സഹകരണ ബാങ്കിൽ ലോക്കറിൽ സൂക്ഷിച്ച 48 പവൻ സ്വർണം കാണാതായതിൽ ബാങ്കിന് മുമ്പിൽ സമരവുമായി കുടുംബം. കഴിഞ്ഞ മാസം 27-നുണ്ടായ സംഭവത്തിൽ ഇതുവരെയും നടപടി ഉണ്ടായില്ല. സംഭവത്തിൽ യുവമോർച്ച പ്രവർത്തകർ ബാങ്ക് അധികൃതരെ ഉപരോധിച്ചു. 2013 മുതലാണ് പേരൂർ സ്വദേശിയായ ധന്യ സർവീസ് സഹകരണ ബാങ്കിലെ ലോക്കറിൽ സ്വർണം വെച്ച് തുടങ്ങിയത്. 2024 ഡിസംബർ 10-നെത്തി ഒരു കൈച്ചെയിൻ മാത്രം എടുത്തു മടങ്ങി. ഇക്കഴിഞ്ഞ ഏപ്രിൽ 27-ന് ബാങ്കിലെത്തി നോക്കുമ്പോൾ ലോക്കറിൽ സ്വർണമില്ല. 48 പവൻ നഷ്ടമായതായാണ് ധന്യയുടെ പരാതി. യുവതി പോലീസിനും ബാങ്ക് അധികൃതർക്കും പരാതി നൽകിയിരുന്നു. എന്നാൽ ഇതുവരെയും നടപടി ഉണ്ടായില്ല. ഇതേ തുടർന്നാണ് കുട്ടികളടങ്ങുന്ന കുടുംബത്തോടൊപ്പം ബാങ്കിന് മുന്നിൽ സമരം ആരംഭിച്ചത്. പുതിയ UDF മന്ത്രിസഭയിൽ വകുപ്പുകളെ ചൊല്ലിയുള്ള ചർച്ചകൾ വഴിമുട്ടി നിൽക്കുമ്പോഴും VD സതീശനും സംഘത്തിനും തലസ്ഥാന നഗരിയിൽ ഔദ്യോഗിക വസതികൾ തയ്യാറായി. സത്യപ്രതിജ്ഞ കഴിഞ്ഞ് 1.5 ദിവസം പിന്നിട്ടിട്ടും മന്ത്രിമാരുടെ ചുമതലകളിൽ അനിശ്ചിതത്വം തുടരുകയാണ്. എന്നാൽ ഇതിനിടയിലും തങ്ങൾ ആഗ്രഹിച്ച മന്ദിരങ്ങൾ സ്വന്തമാക്കാൻ മന്ത്രിമാർക്ക് കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ LDF സർക്കാരിന്റെ അവസാന നാളുകളിൽ ലക്ഷങ്ങൾ മുടക്കി നവീകരിച്ച ഈ കെട്ടിടങ്ങൾ വീണ്ടും ഭംഗിയാക്കാനായി ഏകദേശം 4 കോടി രൂപയാണ് പൊതുമരാമത്ത് വകുപ്പ് അനുവദിച്ചിരിക്കുന്നത്. സോഷ്യൽ മീഡിയ തൂക്കിയ പൂക്കി വീഡിയോയിൽ പ്രതികരണവുമായി മുഖ്യമന്ത്രി VD സതീശൻ. കഴിഞ്ഞ ദിവസം UDF സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗത്തിന് ശേഷം വാർത്താ സമ്മേളനത്തിനിടെ VD സതീശൻ കാണിച്ച എക്സ്പ്രഷനാണ് സോഷ്യൽ മീഡിയ ആഘോഷമാക്കിയത്. വാഹന മോഡിഫിക്കേഷനെ കുറിച്ചുള്ള ചോദ്യത്തോടായിരുന്നു രസകരമായ എക്സ്പ്രഷനോടുകൂടിയുള്ള മറുപടി. പൂക്കി മുഖ്യമന്ത്രി എന്ന പേരിൽ ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയായിരുന്നു. ഇപ്പോൾ വൈറൽ ചിരിയെക്കുറിച്ച് മുഖ്യമന്ത്രി തന്നെ വിശദീകരിച്ചിരിക്കുകയാണ്. വാഹനം മോഡിഫൈ ചെയ്യുന്നത് സംബന്ധിച്ച് ഒരു പയ്യൻ തന്നോട് ചോദ്യം ചോദിച്ചതെന്നും വാത്സല്യത്തോടെ നൽകിയ മറുപടിയാണിതെന്നുമാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഇന്നലെ രാത്രി മകളാണ് വൈറലാകുന്ന വീഡിയോ കാണിച്ചു തന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സുരക്ഷാ സംഘത്തിലുണ്ടായിരുന്ന രക്ഷാപ്രവർത്തകരിൽ 2 പേരെ അദ്ദേഹത്തിനൊപ്പം തന്നെ തുടരാൻ അനുവദിക്കാൻ സമ്മർദ്ദം. രക്ഷാപ്രവർത്തനത്തിൽ തുടരന്വേഷണം പ്രഖ്യാപിച്ചതിനു പിന്നാലെയാണ് ഈ ഉദ്യോഗസ്ഥർ പോലീസ് സംഘടന വഴി ഇടപെടലുകൾ നടത്തുന്നതെന്നാണ് വിവരം. പിണറായി വിജയനും പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമെതിരെ CPM ജില്ലാ നേതൃയോഗങ്ങളിൽ ഉയരുന്നത് സമാന മാതൃകയിലുള്ള വിമർശനങ്ങൾ. ആസൂത്രിത നീക്കമെന്ന് പിണറായിക്കായി പ്രതിരോധം തീർക്കുന്ന നേതാക്കൾക്ക് ആശങ്ക. തെരഞ്ഞെടുപ്പ് ഫലം ചർച്ച ചെയ്യാനുള്ള യോഗങ്ങളിൽ മുൻ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും വിചാരണ ചെയ്യപ്പെടുകയാണ്. പാർട്ടിയെ 2.5 പതിറ്റാണ്ടോളം അടക്കി ഭരിച്ച് പിണറായി സമാനതകളില്ലാത്ത വിമർശനങ്ങളും ആക്ഷേപങ്ങളുമാണ് നേരിടുന്നത്. പാർട്ടി സംസ്ഥാന സെക്രട്ടറിയെ ബലിയാടാക്കി മുഖം രക്ഷിക്കാനുള്ള പിണറായിയുടെയും പക്ഷക്കാരുടെയും നീക്കങ്ങൾ തകർന്നു. ജില്ലാ നേതൃയോഗങ്ങളിൽ പിണറായിയെ കേന്ദ്രീകരിച്ചാണ് ചർച്ചകളേറെയും. എല്ലാ യോഗങ്ങളിലും സമാന രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരുന്നതിനു പിന്നിൽ ആസൂത്രിത നീക്കമുണ്ടോ എന്നും സംശയം ഉയരുന്നു. മരുമകളുടെ കൈപ്പത്തി വെട്ടുകയും ഭാര്യയെ വെട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്ത കൊട്ടാരക്കര ഐപ്പള്ളൂർ പടിഞ്ഞാറേ വീട്ടിൽ അലക്സാണ്ടറെ കൊട്ടാരക്കര പോലീസ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മരുമകൾ ജിൻസി ജോണിന്റെ അറ്റുപോയ കൈപ്പത്തി കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ തുന്നിച്ചേർത്തു. ഇവരുടെ വെട്ടേറ്റ ഇടത് കൈയിലും ശസ്ത്രക്രിയ നടത്തി. പിൻകഴുത്തിൽ വെട്ടേറ്റ അലക്സാണ്ടറുടെ ഭാര്യ സാറാമ്മയും കൊല്ലത്തെ ആശുപത്രിയിലേക്ക് മാറ്റി. തിങ്കളാഴ്ച രാത്രിയിലാണ് കുടുംബ വഴക്കിനെ തുടർന്ന് അലക്സാണ്ടർ ഇരുവരെയും ക്രൂരമായി ആക്രമിച്ചത്. ജിൻസിയുടെ ഭർത്താവ് ജോൺ പുറത്തേക്ക് പോയപ്പോഴായിരുന്നു അക്രമം. മന്ത്രിമാർ 13-ാം നമ്പർ ഔദ്യോഗിക കാർ ഉപയോഗിച്ചതുകൊണ്ടോ മൻമോഹൻ ബംഗ്ലാവ് ഉപയോഗിച്ചതുകൊണ്ടോ എന്താണ് കുഴപ്പം? തങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ലെന്നും അത് വെറും അന്ധവിശ്വാസമാണെന്നും മുൻപ് ഇവ രണ്ടും ഉപയോഗിച്ച നേതാക്കൾ പറയുന്നു. പുതിയ UDF സർക്കാരിൽ 13-ാം നമ്പർ കാർ ആരും എടുത്തില്ലെങ്കിലും എല്ലാ കഥകളും തള്ളി മൻമോഹൻ ബംഗ്ലാവിൽ താമസിക്കാൻ മന്ത്രിസഭയിലെ ജൂനിയറായ OJ ജനീഷ് തയ്യാറായി. VS സർക്കാരിൽ 13-ാം നമ്പർ കാർ ഉപയോഗിച്ച MA ബേബി പിന്നീട് മന്ത്രിയായില്ലെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെന്നും 13-ന്റെ വിരുദ്ധർ വാദിക്കുന്നു. പിണറായി സർക്കാരിൽ മന്ത്രിയായപ്പോൾ തോമസ് ഐസക്കും 13 ചോദിച്ചു വാങ്ങി. ഐസക്കിന് പിന്നീട് നിയമസഭയിലേക്ക് സീറ്റ് കിട്ടിയില്ലെന്നും ലോക്സഭയിൽ തോറ്റെന്നുമാണ് വാദം. എന്നാൽ 2ാം പിണറായി സർക്കാരിൽ 13 ചോദിച്ചു വാങ്ങിയ P പ്രസാദ് ആവട്ടെ ഇത്തവണ UDF തരംഗത്തിനിടയിലും ചേർത്തലയിൽ നിന്ന് ഭൂരിപക്ഷം ഇരട്ടിയാക്കി ജയിച്ചു കയറി. ഫാഷൻ വർക്ക്ഷോപ്പിൽ പങ്കെടുക്കാനെന്ന വ്യാജേന ദുബായിലെത്തിച്ച് സെക്സ് റാക്കറ്റിന് കൈമാറുന്ന മോഡലിംഗ് രംഗത്തെ യുവതി ഉൾപ്പെടുന്ന സംഘം കെണിയിലാക്കിയത് 8 മലയാളി യുവതികളെ. ഇവരെ ഭീഷണിപ്പെടുത്തി പലർക്കായി കാഴ്ചവെച്ചു. ഇതിലൂടെ സംഘം സമ്പാദിച്ചത് ലക്ഷങ്ങൾ. കൂടുതൽ പേർ ഇരകളായോ എന്ന് മരട് പോലീസ് അന്വേഷിക്കുകയാണ്. മോഡൽ ഉൾപ്പെടെ 3 പേർ അറസ്റ്റിലായതോടെയാണ് ഞെട്ടിക്കുന്ന വിവരം പുറത്തു വന്നത്.
ദുബായിലെ അൽ റഫയിൽ മലയാളികൾ ഉൾപ്പെടെ തിങ്ങിപ്പാർക്കുന്ന റെസിഡൻഷ്യൽ മേഖലയായ റോള സ്ട്രീറ്റിലെ ഫ്ളാറ്റിലെത്തിച്ചാണ് യുവതികളെ പലർക്കായി കാഴ്ചവെച്ചിരിക്കുന്നത്. മയക്കുമരുന്ന് കലർത്തി നൽകി ബോധരഹിതരാക്കിയ ശേഷമാണ് ഇത്. വിസമ്മതിച്ചവരെ നിർബന്ധപൂർവ്വം കുടിപ്പിച്ചു. ചിലരുടെ പാസ്പോർട്ടും ഫോണും വാങ്ങിവെച്ചു. പീഡന ദൃശ്യം പകർത്തി ഭീഷണിപ്പെടുത്തി തുടർച്ചയായി പീഡിപ്പിക്കും. എതിർക്കുന്നവരെ ഉപദ്രവിക്കും. ലൈംഗിക ദൃശ്യങ്ങൾ വീട്ടുകാർക്ക് അയച്ചു കൊടുക്കും. ഇവരിൽ നിന്ന് രക്ഷപ്പെട്ട് ഫോർട്ട് കൊച്ചി സ്വദേശിനിയായ മോഡൽ മരട് പോലീസിന് നൽകിയ പരാതിയാണ് പ്രതികളെ കുടുക്കിയത്. ബ്യൂട്ടീഷ്യനായ യുവതി ഉൾപ്പെടെ 2 പേർ കൂടി പരാതി നൽകിയിട്ടുണ്ട്. ഈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം 25 മുതൽ തുടങ്ങും. ഇതിനായി 1070 കോടി രൂപ അനുവദിച്ച് സർക്കാർ ഉത്തരവായി. 2000 രൂപ വീതമാണ് നൽകുക. സംസ്ഥാനത്ത് വയോജനങ്ങളുടെ ക്ഷേമവും സുരക്ഷിതത്വവും ഉറപ്പാക്കുന്നതിനായി പ്രത്യേക വകുപ്പ് രൂപീകരിച്ച് സർക്കാർ ഉത്തരവിറക്കി. വയോജനങ്ങൾക്കായി പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിനും നിലവിലുള്ള വിവിധ ക്ഷേമ പ്രവർത്തനങ്ങൾ കൃത്യമായി ഏകോപിപ്പിക്കുന്നതിനുമായാണ് പുതിയ വകുപ്പ് നിലവിൽ വരുന്നത്. വയോജന ക്ഷേമത്തിന് മാത്രമായി ഒരു പ്രത്യേക സർക്കാർ വകുപ്പ് രൂപീകരിക്കുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനമാണ് കേരളം. ചീഫ് സെക്രട്ടറി എ ജയതിലകിനെതിരെ പരാതി. കിഫ്ബി മുൻ സിഇഒയ്ക്കെതിരായ കേസിൽ ഇടപെട്ടെന്നാണ് ആരോപണം. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ഇടപെട്ടെന്നാണ് ആരോപണം. മനുഷ്യാവകാശ പ്രവർത്തകൻ ജോമോൻ പുത്തമ്പുരയ്ക്കലാണ് പരാതി നൽകിയത്. ആഭ്യന്തര സെക്രട്ടറി ബിശ്വനാഥ് സിൻഹ, കിഫ്ബി മുൻ സിഇഒ KM എബ്രഹാം എന്നിവർക്കെതിരെയും പരാതിയുണ്ട്. തിരുവനന്തപുരം സെൻട്രൽ കണ്ണൂർ ജനശതാബ്ദി എക്സ്പ്രസിന് പരീക്ഷണാടിസ്ഥാനത്തിൽ വെള്ളിയാഴ്ച മുതൽ ആലുവയിൽ സ്റ്റോപ്പ് അനുവദിച്ചു. ഇത് സംബന്ധിച്ച നോട്ടിഫിക്കേഷൻ ദക്ഷിണ റെയിൽവേ പുറത്തിറക്കി. കണ്ണൂരിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ രാവിലെ 8:48-നും തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ രാത്രി 7:19-നും ആലുവയിലെത്തും. ആഗോള മാധ്യമമായ ദ വാഷിംഗ്ടൺ പോസ്റ്റിന്റെ ഉപദേശക വിഭാഗം വാഷിംഗ്ടൺ പോസ്റ്റ് ഇന്റലിജൻസിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ടെക്നോളജി കൗൺസിലിലേക്ക് ലുലു ഫിനാൻഷ്യൽ ഹോൾഡിംഗ്സ് MD അദീബ് അഹമ്മദിനെ തെരഞ്ഞെടുത്തു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡിജിറ്റൽ പരിവർത്തനം എന്നിവയിലൂടെ ആഗോള നയരൂപീകരണത്തിനും വ്യവസായ നവീകരണത്തിനുമായി അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന പ്രമുഖരുടെ കൂട്ടായ്മയാണിത്. ലോകമെമ്പാടുമുള്ള പ്രമുഖ ബിസിനസ് മേധാവികളും സാങ്കേതിക വിദഗ്ധരുമാണ് ഈ കൗൺസിലിൽ ഉള്ളത്. കോഴിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ വയോധികയുടെ മുഖം ശരിയാക്കാൻ 12 തുന്നലുകൾ വേണ്ടിവന്നു. പൂയപ്പള്ളി മരുതമൺ പള്ളി സുജിത് ഭവനിൽ ജോയ്സ് ആണ് പൂവൻകോഴിയുടെ ആക്രമണത്തിൽ മുഖത്ത് സാരമായി പരിക്കേറ്റ് ചികിത്സ തേടിയത്. വിവരങ്ങൾ കേട്ട് ഒരു നിമിഷം പോലീസും അമ്പരന്നു. ഒരു കോഴിക്ക് ഇങ്ങനെയൊക്കെ ആക്രമിക്കാൻ പറ്റുമോ എന്നതായിരുന്നു ചിന്ത. കഴിഞ്ഞ ദിവസം രാവിലെ സമീപത്തെ കടയിൽ പോയ ശേഷം വീട്ടിലേക്ക് മടങ്ങി വരുന്നതിനിടെയാണ് കോഴിയുടെ ആക്രമണം. ദേഹത്ത് ചാടിക്കേറിയ ശേഷം തലയിൽ കയറി നിന്ന് തലയിലും മൂക്കിന്റെ വശത്തും ഇടതു പുരികത്തിന് സമീപവും കൊത്തി മുറിവേൽപ്പിച്ചു. കണ്ണിനും പരിക്കേറ്റു. ജോയ്സിന്റെ നിലവിളി കേട്ട് സമീപവാസിയായ സ്ത്രീ ഓടിയെത്തിയപ്പോൾ ചോരയിൽ കുളിച്ചു നിൽക്കുന്ന ജോയ്സിനെയാണ് കണ്ടത്. തലയിൽ കയറി നിന്ന് പൂവൻകോഴി കൊത്തുന്നതും കണ്ടു. ഓടിയെത്തി കോഴിയെ ഓടിച്ച ശേഷം ജോയ്സിനെ ഓട്ടോറിക്ഷയിൽ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ തമിഴ്നാട്ടിൽ അധികാരമേറ്റിട്ട് 10 ദിവസമേ ആയിട്ടുള്ളൂ. ഇതിനിടെ വലിയ പ്രതിസന്ധികളാണ് മുഖ്യമന്ത്രിയും സർക്കാരും നേരിടുന്നത്. AIDMKയിൽ നിന്നും പിന്തുണയുമായി എത്തിയ MLA-മാരെ സർക്കാരിന്റെ ഭാഗമാക്കുന്നത് സംബന്ധിച്ചാണ് പുതിയ പ്രതിസന്ധി. AIDMK സഖ്യത്തിൽ പ്രവേശിച്ചാൽ സർക്കാരിനുള്ള പിന്തുണ പുനഃപരിശോധിക്കുമെന്ന് സഖ്യകക്ഷികളിൽ ഒരാളായ CPM പറഞ്ഞതോടെ വിഷയം വീണ്ടും ചർച്ചയാവുകയാണ്. ദശാബ്ദങ്ങളായി തർക്കം നിലനിന്നിരുന്ന മധ്യപ്രദേശിലെ ധാറിലുള്ള ചരിത്രപ്രസിദ്ധമായ ഭോജ്ശാല സമുച്ചയം അടിസ്ഥാനപരമായി സരസ്വതി ക്ഷേത്രമാണെന്ന ഹൈക്കോടതിയുടെ സുപ്രധാന പ്രഖ്യാപനത്തിന് പിന്നാലെ പ്രദേശത്ത് വിപുലമായ പൂജാ ചടങ്ങുകൾ നടന്നു. കോടതി ഉത്തരവ് പുറത്തു വന്നതോടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ മുൻപുണ്ടായിരുന്ന നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തുകയും ഹൈന്ദവ വിശ്വാസികൾക്ക് ആരാധനാ സ്വാതന്ത്ര്യം അനുവദിക്കുകയുമായിരുന്നു. ഇതിന്റെ ഭാഗമായി ഏതാണ്ട് 7 നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഭോജ്ശാലയുടെ പ്രധാന ഗർഭഗൃഹത്തിൽ അഖണ്ഡ ജ്യോതി വീണ്ടും തെളിയിക്കപ്പെട്ടത്. കിഴക്കൻ ഇന്ത്യയിലെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയിൽ പശ്ചിമ ബംഗാളിന്റെ തലസ്ഥാനമായ കൊൽക്കത്തയെ ഒഴിവാക്കി സിലിഗുരിയെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. കൊൽക്കത്തയേക്കാൾ സിലിഗുരിയുടെ ഭൂമിശാസ്ത്രവും തന്ത്രപ്രധാനവും സാമ്പത്തികവുമായ പ്രാധാന്യം മുൻനിർത്തിയാണ് കേന്ദ്ര സർക്കാർ ഈ തീരുമാനമെടുത്തതെന്നാണ് വ്യക്തമാവുന്നത്. ബംഗാളിൽ പുതിയ BJP സർക്കാർ അധികാരമേറ്റതോടെ ഈ മേഖലയിലെ പ്രധാന അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് വൻ വേഗമാണ് കൈവന്നിരിക്കുന്നത്. പഞ്ചരാഷ്ട്ര പര്യടനത്തിന്റെ അവസാന ഘട്ടത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റലിയുടെ തലസ്ഥാനമായ റോമിൽ വിമാനമിറങ്ങി. അദ്ദേഹം ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയെയും പ്രസിഡന്റ് സെർജിയോ മാറ്ററെല്ലയെയും കാണുകയും ഭാരത ഇറ്റലി സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള വഴികൾ അവരുമായി ചർച്ച ചെയ്യുകയും ചെയ്യും. വിമാനത്താവളത്തിൽ അദ്ദേഹത്തെ സ്വീകരിച്ചത് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യ അന്താരാഷ്ട്ര സഹകരണ മന്ത്രിയുമായ ആന്റോണിയോ തജാനിയാണ്.
ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ DRDO ആളില്ല ഏരിയൽ വെഹിക്കിൾ ലോഞ്ച് പ്രസിഷൻ ഗൈഡഡ് മിസൈൽ ULPGM V3യുടെ അന്തിമ കോൺഫിഗറേഷൻ പരീക്ഷണങ്ങൾ പൂർത്തിയാക്കിയതോടെ ആളില്ലാ പ്ലാറ്റ്ഫോമുകൾക്കായി പൂർണ്ണമായും തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത പ്രസിഷൻ സ്ട്രൈക്ക് ശേഷി വിന്യസിക്കുന്നതിലേക്ക് ഇന്ത്യയുടെ പ്രതിരോധം ഒരു പടി കൂടി അടുത്തു. ആന്ധ്രാപ്രദേശിലെ കുർണൂരിലുള്ള DRDO ശ്രേണിയിലാണ് പരീക്ഷണങ്ങൾ നടത്തിയത്. വായുവിൽ നിന്ന് കരയിലേക്കും വായുവിൽ നിന്ന് വായുവിലേക്കും ആയുധം പരീക്ഷിച്ചു. ട്വീഷ ശർമ്മ ആത്മഹത്യ ചെയ്തതാണെന്നും കൊലപാതകമല്ലെന്നും ഭോപ്പാൽ പോലീസ് ഉറപ്പിച്ചു പറഞ്ഞെങ്കിലും നവദമ്പതികളുടെ ഭർത്താവിനും അമ്മായിയമ്മയ്ക്കുമെതിരെ അവരുടെ കുടുംബം ക്രിമിനൽ കുറ്റം ആരോപിച്ചു. പോസ്റ്റ്മോർട്ടത്തിൽ മയക്കുമരുന്ന് ഉപയോഗിച്ചതിന്റെ ഒരു ലക്ഷണവും കണ്ടെത്തിയിട്ടില്ലെന്ന് ഭോപ്പാൽ പോലീസ് കമ്മീഷണർ സഞ്ജയ് കുമാർ പറഞ്ഞു. അവർ ഒരു അടിമയായിരുന്നു എന്ന അമ്മായിയമ്മയുടെ വാദത്തിന് വിരുദ്ധമാണ് ഇത്. സ്ത്രീധനം ആവശ്യപ്പെട്ട് ഭർത്തൃവീട്ടുകാർ മാനസികമായി പീഡിപ്പിച്ചതായി കുടുംബം ആരോപിച്ചതിനെ തുടർന്ന് മെയ് 12 നോയിഡയിൽ നിന്നുള്ള ട്വീഷയെ ഭോപ്പാലിലെ ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പാമ്പാട്ടിയായി ചിത്രീകരിക്കുന്ന വംശീയ കാർട്ടൂൺ ബുധനാഴ്ച ഒരു നോർവീജിയൻ പത്രം പ്രസിദ്ധീകരിച്ചിരുന്നു. യൂറോപ്യൻ രാജ്യത്തേക്കുള്ള ഔദ്യോഗിക സന്ദർശനത്തിനിടെ ഇന്ത്യയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഒഴിവാക്കിയതിന് ഒരു മാധ്യമപ്രവർത്തക പ്രധാനമന്ത്രിയെ ചോദ്യം ചെയ്തതിനെ തുടർന്നുണ്ടായ വിവാദങ്ങൾക്കിടെയാണ് ഇത്. ഈ കാർട്ടൂൺ വലിയ പ്രതിഷേധത്തിന് കാരണമായി. ഇന്റർനെറ്റിൽ പലരും ഇതിനെ നഗ്നമായി വംശീയമായി വിശേഷിപ്പിച്ചു. ഇന്ത്യയെ പാമ്പാട്ടികളുടെ നാടായി ചിത്രീകരിക്കുന്ന പഴയ കൊളോണിയൽ സ്റ്റീരിയോടൈപ്പുകളിൽ വേരൂന്നിയതാണ് ചിത്രം. വിദേശീയ വിദ്വേഷവും ഇന്ത്യയോടും അതിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട നേതാവിനോടും അനാദരവ് കാണിക്കുന്നതുമാണെന്ന് വാദിച്ച് പലരും പത്രത്തിനെതിരെ രംഗത്തെത്തി. ബംഗ്ലാദേശിലെ ചാറ്റോഗ്രാമിൽ ഇന്ത്യൻ ഹൈക്കമ്മീഷനിലെ അസിസ്റ്റന്റ് പ്രോട്ടോകോൾ ഓഫീസറായ നരേൻധറിനെ ചൊവ്വാഴ്ച മിഷൻ പരിസരത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയതായി പോലീസിനെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. 30 വയസ്സ് പ്രായമുള്ള ധറിനെ ഇന്ത്യൻ ഹൈക്കമ്മീഷന്റെ പഴയ വിസ സെന്റർ കെട്ടിടത്തിന്റെ 2ാം നിലയിലെ കുളിമുറിയുടെ വാതിലിന് മുന്നിലാണ് പുലർച്ചെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ധറിന്റെ മരണം ഹൃദയാഘാതം മൂലമാണെന്ന് ആദ്യം സംശയിച്ചിരുന്നുവെങ്കിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ മരണകാരണം സ്ഥിരീകരിക്കാൻ കഴിയൂ എന്ന് സിറ്റി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ കൂടിയായ റാഷിദ് പറഞ്ഞു. ധറിന്റെ മൃതദേഹം സർക്കാർ നടത്തുന്ന ചാറ്റോഗ്രാം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചതായും അദ്ദേഹം ഹൈക്കമ്മീഷനിൽ സേവനമനുഷ്ഠിക്കുന്ന വിദേശ പൗരനായതിനാൽ ആവശ്യമായ പ്രോട്ടോകോളുകൾ പാലിച്ചതായും റാഷിദ് വ്യക്തമാക്കി. ബറാക്ക ആണവ നിലയത്തെ ലക്ഷ്യമിട്ട് 3 ഡ്രോണുകൾ ഇറാഖിൽ നിന്നാണ് വന്നതെന്ന് UAE പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചു. ഇത് നിർണായകമായ ഗൾഫ് ഊർജ അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരായ ഗുരുതരമായ ആക്രമണത്തിന്റെ സൂചനയാണ്. ഖത്തറിനും സൗദി അതിർത്തിക്കും സമീപം അബുദാബി എമിറേറ്റിൽ സ്ഥിതി ചെയ്യുന്നതും അറബ് ലോകത്തെ ഏക ആണവ നിലയവുമായി നിലകൊള്ളുന്നതുമായ സൗകര്യത്തിന് സമീപമുള്ള ഒരു ഇലക്ട്രിക്കൽ ജനറേറ്ററിൽ അവകാശപ്പെടാത്ത ഒരു ഡ്രോൺ ഇടിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.